OTT പ്രഖ്യാപിച്ചിട്ടും ബോക്സ് ഓഫീസിൽ കിങ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. OTT പ്രഖ്യാപിച്ചിട്ടും ബോക്സ് ഓഫീസിൽ കിങ്. പറഞ്ഞു വരുന്നത് ലാലേട്ടന്റെ ജോർജ് കുട്ടിയെ കുറിച്ചാണ്. അങ്ങനെ ലാലേട്ടന്റെ ജോർജ് കുട്ടി നമ്മളെ കാണാൻ വിരുന്നുമുറികളിലേക്ക് എത്തുകയാണ്. വിരുന്നുമുറികളിലെ TV സ്ക്രീനിലേക്ക് OTT റിലീസിലൂടെ ആമസോൺ പ്രൈമിലൂടെ അദ്ദേഹം നമ്മളെ കാണാൻ എത്താൻ ഇനി അധിക നാൾ വേണ്ട. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ഈ സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് സാധാരണ കാണാറ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 24-ാം ദിനം ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു നേട്ടമായിട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം സമ്മിശ്ര പ്രതികരണങ്ങൾ കിട്ടിയ സിനിമയായിട്ട് പോലും ബോക്സ് ഓഫീസിൽ വൻ വിജയം തന്നെയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയത്. 3 വാരങ്ങൾക്കപ്പുറം 4-ാം വാരത്തിലേക്ക് കിടക്കുമ്പോഴും ചിത്രത്തിന് വലിയ നേട്ടം നേടുവാൻ സാധിച്ചിട്ടുണ്ട്. എത്ര വലിയ വിജയം നേടുന്ന ചിത്രം എന്നുള്ളത് തിയേറ്ററുകളിൽ നിന്ന് ഇനി അധിക വാരങ്ങൾ ഒരു സിനിമയും ഇത്രത്തോളം ഓടിയിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എത്ര വലിയ വിജയം നേടുന്ന ചിത്രമായാലും തിയേറ്ററുകളിൽ ഇന്ന് അധിക വാരങ്ങളൊന്നും ഓടാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. വൈഡ് റിലീസാണ് ചിത്രത്തിന്റെ ഇത്തരത്തിലുള്ള പിന്നോട്ട് പോക്കിനൊക്കെ കാരണം ഭവിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുകയാണ്. ഇപ്പോൾ ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നാൽ കാണികൾ തിയേറ്ററുകളിലേക്ക് കൂട്ടത്തോടെ ഇരച്ചെത്തുകയും കാണുകയും ചെയ്യും. അതിനാൽ തന്നെ ഓപ്പണിംഗ് കളക്ഷനിൽ മറുഭാഷാ സിനിമകളോട് മുട്ടാവുന്ന നിലയിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അഥവാ 3-ാം വാരത്തിലും മറ്റും ഒരു മികച്ച ചിത്രം, ആ ചിത്രത്തിന് കളക്ഷൻ എത്രയൊക്കെ നേടിയാലും അത് അപൂർവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സിനിമയുടെ കിടപ്പുവശം. ഇപ്പോഴത്തെ 3-ാം വാരത്തിൽ നേടുന്ന കളക്ഷനിൽ ഞെട്ടിക്കുകയാണ് ദൃശ്യം 3. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21-നായിരുന്നു തിയേറ്ററുകളിൽ ഈ ചിത്രം എത്തിയത്. ദൃശ്യം 3 എന്ന ചിത്രം അങ്ങനെ ആ പിറന്നാൾ ദിവസം ആരാധകർക്കൊപ്പം കണ്ട് ആസ്വദിച്ച് മറ്റുള്ളവരും ഈ ചിത്രത്തെ ഏറ്റെടുത്തപ്പോൾ അത് വലിയൊരു വിജയത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് വാസ്തവം. ദൃശ്യം ആദ്യ 2 ഭാഗങ്ങൾക്ക് ലഭിച്ചതിന് സമാനമായ ഏകപക്ഷീയമായ പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല ദൃശ്യം 3ക്ക് ലഭിച്ചത് എന്നുള്ളത് മറ്റൊരു വസ്തുത. മറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിൽ പോലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. ഇതൊന്നും ജോർജ് കുട്ടിയും കുടുംബത്തെയും ബാധിച്ചില്ല എന്ന് തന്നെ കരുതാം. സിനിമയിലെ പറയുന്നത് പോലെ തന്നെ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ഇത്തരത്തിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ യാതൊരു തരത്തിലും ബാധിച്ചില്ല എന്ന് മാത്രമല്ല അതിപ്പോഴും തുടരുകയുമാണ്. ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതായത് റിലീസ് ചെയ്തതിന്റെ 24-ാം ദിവസമായിരുന്നു അത്. പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയിലൂടെയായിരുന്നു ജൂൺ 18-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുന്നത്. സാധാരണ എത്ര വലിയ വിജയ ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചാലും തിയേറ്റർ കളക്ഷൻ കാര്യമായിട്ട് ഇടിയും. എന്നാൽ ദൃശ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. OTT റിലീസ് പ്രഖ്യാപിച്ച ദിവസവും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 58.50 ലക്ഷം രൂപയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന മികച്ച കളക്ഷനാണിത്. ഇതോടെ കേരളത്തിൽ നിന്ന് ഇതുവരെ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ 88.78 കോടിയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിലും ദൃശ്യം 3 ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം പ്രൈം വീഡിയോയിലൂടെ ലോകമാസകലം നിരവധി പുതിയ പ്രേക്ഷകരിലേക്ക് എത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ദൃശ്യം 3 എന്ന മെഗാ ഹിറ്റ് ചിത്രം. ഏതായാലും ഇതൊരു വല്ലാത്തൊരു മുന്നോട്ടുള്ള കുതിപ്പ് എന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം 58.50 ലക്ഷം ലഭിച്ചപ്പോൾ ആ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ച 88.78 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണെന്ന് ആലോചിക്കണേ. അപ്പോൾ വൻ തുകയാണ് ഓരോ ദിവസവും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1/2 കോടിക്ക് മുകളിലൊരു കളക്ഷൻ ഇപ്പോഴും ചിത്രം നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ചെറിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഇതൊരു മാസത്തോളം എത്താൻ പോവുകയാണ്. ഏതായാലും കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫൈനൽ പ്രഡിക്ഷനെ നമ്മൾ വിചാരിക്കുന്ന ഒരു 230 സംതിങ് എന്നുള്ളത് 240 വരെ പോകുമായിരിക്കാം. 240 കോടി വരെ സിനിമ നേടാനുള്ള സാധ്യതകളാണ് ചിത്രത്തിന്റെ ഫൈനൽ റണ്ണ് കഴിയുമ്പോൾ കിട്ടാനുണ്ടാകുക എന്നുള്ളൊരു കണക്കൂട്ടലാണുള്ളത്. മാത്രമല്ല മറ്റനവധി ബിസിനസ്സുകളിലൂടെയും അതിന്റെ റൈറ്റ് അവകാശങ്ങളിലൂടെ പലതരം റേറ്റുകൾ കൊടുത്തതിന്റെ ഫലമായിട്ടൊക്കെ ചിത്രത്തിന് 330 കോടിയോളം രൂപ കിട്ടാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത്. പോസ്റ്ററൊക്കെ അടിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഫൈനൽ കളക്ഷൻ എന്തായാലും ഇതായിരിക്കുമെന്ന് തന്നെയാണ് ഏകദേശ രൂപരേഖ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.